രാഷ്ട്രീയ സ്വയംസേവക സംഘം കേരളത്തിലെന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ ഇപ്പോൾ മുതിർന്ന RSS നേതാവ് S. സേതുമാധവൻ സംസാരിക്കുന്നു. തത്സമയത്തിലേക്ക്. അത് കഴിഞ്ഞ് അനൗപചാരികമായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടത്തിലൊരു സ്വയംസേവകൻ ചോദിച്ചു, ഈ ഒരു അടിയന്തരാവസ്ഥയുടെ ചരിത്രം മാത്രം തയ്യാറാക്കുന്നില്ല, നമ്മുടെ ഈ സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ച മുതലുള്ള ചരിത്രം ഉണ്ടാകേണ്ടതല്ലേ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഹരിയേട്ടൻ പറഞ്ഞു, നമ്മൾ ചരിത്രം നിർമ്മിക്കുന്ന ആൾക്കാരാണ്, ഭാവി തലമുറയാണ് ചരിത്രം ഉണ്ടാക്കേണ്ടത്. നമ്മൾ പ്രവർത്തനം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചരിത്രം എഴുതാൻ പോയാൽ അത് ചരിത്രമാവില്ല എന്ന് പറഞ്ഞിരുന്നു. നമുക്കറിയാം, ഈ കഴിഞ്ഞ 53 വർഷമായിട്ട് സംഘത്തിൻ്റെ പ്രവർത്തനം കേരളത്തിൽ നടക്കുന്നു. ഈ ഒരു പ്രവർത്തനത്തിൽ തുടക്കം മുതൽ തന്നെ ഒരു തരം പരിഹാസ്യം, ഈ വർക്കുകൾ നടക്കില്ല, എന്തുകളൊക്കെ സംഘടിപ്പിക്കാൻ സാധ്യമാകും എന്നുള്ള പരിഹാസ്യമായിട്ടുള്ളൊരു സമീപനം ഉണ്ടായിരുന്നു. സംഭവിക്കുന്നു നിരാശാജനകമായിട്ടുള്ള പരിസ്ഥിതി. അത് കഴിഞ്ഞ ശേഷം കുറച്ച് കഴിഞ്ഞ ശേഷം അവഗണന, കുറേ കുട്ടികളൊക്കെ നടക്കുന്നുണ്ടാവും എന്നുള്ള ആ അവഗണന. സംഘം കുറച്ച് വളർന്നു കഴിഞ്ഞ ശേഷം നമുക്കാരോടും വിരോധമില്ലെങ്കിലും സംഘത്തിൻ്റെ പ്രവർത്തനം അവരുടെ മുന്നേറ്റത്തെ ബാധിക്കും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരിൽ നിന്നുള്ള ശക്തമായ എതിർപ്പ്, ആശയപരമായിട്ടും ശാരീരികമായിട്ടുള്ള എതിർപ്പുകളെല്ലാം ഉണ്ടായിരുന്നു. ഈ തരത്തിലുള്ള പരിഹാസ്യവും അവഗണനയും എതിർപ്പും എല്ലാം അതിജീവിച്ച് നമുക്കിന്ന് കാണാൻ ഒരു സ്വീകാര്യത, സംഘത്തെ അംഗീകരിക്കാൻ തയ്യാറാവും, സ്വീകരിക്കാൻ തയ്യാറാവും. എതിർപ്പില്ല എന്നല്ല ഞാൻ പറയുന്നത്, ആ സ്വീകാര്യതയുടെ അവസ്ഥ വന്നിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ സ്വാഭാവികമാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനം ഇന്നത്തെ സ്വീകാര്യത, അനുകൂല അവസ്ഥ ആ കാലഘട്ടത്തിൽ വന്നു ചേർന്ന നമ്മുടെ ഇന്നത്തെ പ്രവർത്തകരുടെ മുമ്പിൽ ഈ സ്വീകാര്യതയുടെ അതിൽ മതിമറന്ന് ലക്ഷ്യബോധം തെറ്റി വേറെ വഴി പോകാതിരിക്കാൻ വേണ്ടി നിശ്ചയമായും നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആൾക്കാർ ഏതെല്ലാം തരത്തിലുള്ള വെല്ലുവിളികൾ സ്വീകരിച്ചു അതിജീവിച്ചു എന്ന് മാത്രമല്ല, ആ വെല്ലുവിളികളെ അവസരമാക്കി മാറ്റി സംഘപ്രവർത്തനത്തെ വളർത്തിയെടുത്തു. ആ ഒരു ചരിത്രം നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് ശരിയായ രീതിയിൽ കിട്ടേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ചരിത്ര രചനയുടെ ആവശ്യമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരെല്ലാം ഒരുമിച്ചിരുന്ന് ഈ ഒരു ചരിത്രം കേരളത്തിലെ മാത്രമല്ല ഭാരതത്തിലെ എല്ലാ സ്ഥലത്തും അതാ സ്ഥലത്ത് ഈ ചരിത്ര രചന നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ കേവലം സംഘത്തിൻ്റെ സ്വയംസേവകർക്ക് ഈ വെല്ലുവിളികളെ സ്വീകരിച്ച് നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ആൾക്കാരെ ഏതെല്ലാം തരത്തിലുള്ള സാഹചര്യത്തിലാണ് ഈ സംഘടന വളർത്തിക്കൊണ്ട് വന്നത്, ഈ രീതിയിൽ എന്തെല്ലാം തരത്തിലുള്ള ജീവിത വിഷമതകളും ത്യാഗങ്ങളും ഒരു സഹിക്കേണ്ടി വന്നു എന്നൊരു കാര്യം വരുന്ന തലമുറയ്ക്ക് പ്രേരണയും ഉത്സാഹവും ദിശാബോധം നൽകാൻ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഞാൻ പറയുന്നു, കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇതിനുവേണ്ടി രേഖ ശേഖരിക്കാനുള്ള പരിശ്രമം എത്രമാത്രം നടന്നു. എൻ്റെ കൂടുതൽ നമ്മുടെ മാന്യ അധ്യക്ഷൻ ഒരു കാര്യം പറഞ്ഞു, ചരിത്രമില്ലാതെ തന്നെ ഭാവിയിൽ ചരിത്രം എങ്ങനെ ആകണമെന്ന് കുഴിച്ചു മൂടിയിരുന്ന ക്യാപ്സ്യൂൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അനവധി ആൾക്കാർ ചരിത്രത്തെ വളച്ചൊടിച്ച് തെറ്റായ ആഖ്യാനങ്ങളുമായിട്ട് ജനങ്ങളുടെ പോകുന്നു. അതുകൊണ്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ കാര്യകർത്താക്കന്മാർക്ക് മാത്രമല്ല, ഇന്നത്തെ സമൂഹത്തിനും യഥാർത്ഥത്തിൽ ഈ ഒരു വഴിതെറ്റി പോകുന്ന ദേശീയതയെ യഥാർത്ഥ ദിശയിൽ കൊണ്ടുവരാൻ എത്രമാത്രം സാഹസ്യമായും ധീരതയോടുകൂടി പ്രവർത്തിച്ചിരുന്നു എന്നുള്ള ഈ സ്ഥിതിയിലാണ്. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഈ ദിശയിലെ സമൂഹത്തെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ, സമൂഹത്തെ മുഴുവൻ സഹകരിപ്പിക്കാനും സമൂഹത്തിന് യഥാർത്ഥമായിട്ടുള്ളൊരു കാഴ്ച കൊടുക്കാനും ഈ തരത്തിൽ സഹായമാകും. അതുകൊണ്ട് ഈ പുസ്തകം ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ പ്രസക്തമാണ്. ഈ ഒരു പുസ്തകം കൊണ്ട് യഥാർത്ഥമായ സംഘത്തെക്കുറിച്ച് മനസ്സിലാക്കാനും നമ്മുടെ കഴിഞ്ഞ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് സംഘം എങ്ങനെ വളർന്നു എന്നുള്ളൊരു കാഴ്ചപ്പാട് ധീരതയോടുകൂടി ദിശാബോധത്തോടുകൂടി മുന്നോട്ട് പോകാൻ ഈ പുസ്തകത്തിനും വളരെ കാര്യമായിട്ട് പങ്ക് വഹിക്കാനുണ്ട്. ബാക്കി ഭാഗങ്ങൾ തയ്യാറായിട്ട് വരും, നമുക്ക് എല്ലാവർക്കും അറിയാം.
അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ പുസ്തകത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കി ആവശ്യമായിട്ടുള്ള രീതിയിൽ അത് ജനങ്ങളിൽ എത്തിക്കാൻ പരിശ്രമിക്കണം എന്ന് മാത്രം ആശംസിക്കുന്നു. നമസ്കാരം. നന്ദി സേതുവേട്ട. കൃതജ്ഞത രേഖപ്പെടുത്തുവാനായി കൊച്ചി മഹാനഗർ കാര്യവാഹ് വി എസ് രമേശ് ജിയെ ക്ഷണിച്ചുകൊള്ളുന്നു.